ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നേന്ത്രപ്പഴം വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി നിങ്ങളെല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടതാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടിയത് നേന്ത്രപ്പഴമാണ്. ഞാനിവിടെ ഒരു മീഡിയം സൈസ്ഡ് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നേന്ത്രപ്പഴം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നമുക്കിനി കാഷ്യൂ നട്ട്സ് ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. കാഷ്യൂ നട്ട്സിന് പകരമായിട്ട് നിങ്ങൾക്ക് ബദാം ചേർത്ത് കൊടുക്കാം. അധികം ബ്രൗൺ കളർ ആവാതെ വേണം ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ. ഇപ്പോൾ അതിവിടെ ഏകദേശം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച് നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ നേന്ത്രപ്പഴം ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. നേന്ത്രപ്പഴത്തിൻ്റെ കളർ ചേഞ്ച് ആവാതെ ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. ഇപ്പോൾ നമുക്ക് നേന്ത്രപ്പഴം ഇവിടെ നന്നായിട്ട് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് കിട്ടുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ഒട്ടും കൂട്ടി വെക്കാതെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ. അപ്പോൾ അതവിടെ നേന്ത്രപ്പഴവും പഞ്ചസാരയൊക്കെ നന്നായിട്ട് യോജിച്ച് നല്ലൊരു കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു സോസ് പാൻ എടുത്തിട്ട് അതിൽ 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ പാലിലേക്ക് നമുക്ക് 1/4 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. മധുരത്തിനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. കോൺഫ്ലവറും പാൽപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയതിൻ്റെ ശേഷം നമുക്കിത് അടുപ്പത്ത് വെക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് കുറുക്കിയെടുക്കാൻ. കോൺഫ്ലവർ ചേർത്തതുകൊണ്ട് നമുക്കിത് ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കട്ട കുത്തിപ്പോവും. ഇപ്പോൾ അത് ഏകദേശം നന്നായിട്ട് തിക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ പാലിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് പഴത്തിൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മോൾഡ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ച് നേന്ത്രപ്പഴത്തിൻ്റെ പീസ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചൂടോടുക്കെ തന്നെ കുറുക്കി വെച്ച ഈ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പഴമില്ലേ, അത് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നേന്ത്രപ്പഴം വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയ പുഡിംഗ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ട് നമുക്കിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. ഒരു 2 മണിക്കൂറിനെങ്കിലും നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രീമി ആയിട്ടുള്ള ഈ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.